പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയ ദൈവമക്കളെ, ജൈനിസ് മീഡിയയുടെ ശ്രോതാക്കളെ, ഞങ്ങൾക്ക് നന്ദി. ഞങ്ങളിന്ന് മംഗളവാർത്താ ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് 25-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് മക്കള് ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങൾക്കൊരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഫോണിലൂടെ അല്ലെങ്കിൽ ഒരു കത്തിലൂടെ ഞങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരു വിരോധമില്ല. അതിന് പണത്തിൻ്റെ ആവശ്യമില്ല. പ്രാർത്ഥിക്കാനായിട്ട് നയ പൈസയുടെ ചിലവില്ല. അപ്പം നിങ്ങൾ വിളിക്കുക, ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റിക്കോളും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുന്നത് കർത്താവായ ദൈവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിവാഹ തടസ്സം, സ്ഥല വിൽപ്പനയ്ക്ക് തടസ്സം, വീട് വെക്കാൻ തടസ്സം, അതുപോലെ ജോലി കിട്ടാൻ തടസ്സം, കുഞ്ഞുണ്ടാവാൻ തടസ്സം, പഠിക്കാൻ തടസ്സം, പ്രാർത്ഥിക്കാൻ തടസ്സം, പള്ളി പോകാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറ്റി തരുന്നത് കർത്താവായ ദൈവമാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അത് അടയ്ക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ അടച്ചാൽ ലോകത്തിലൊരു വ്യക്തിക്കും അത് തുറക്കാനും കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തമ്പുരാന്റെ കൈകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എത്രയോ വിവാഹങ്ങൾ നടന്നിരിക്കണേ, എത്രയോ പേർക്ക് ജോലി കിട്ടിയിരിക്കണേ, എത്രയോ പേര് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ കിട്ടിയിരിക്കണേ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയാ, ഒരു ധ്യാനത്തിലിരിക്കുക, ധ്യാനം ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് നടത്തണത്. അപ്പം നിങ്ങൾക്ക് ആ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ 2 ദിവസമുള്ളൂ, 48 മണിക്കൂർ നേരത്തെ ധ്യാനമുള്ളൂ. നല്ലൊരു കൗൺസിലിംഗ് നടത്തുക, നല്ല തുറന്നൊരു കുമ്പസാരം കാഴ്ചവെക്കുക, വ്യക്തികളോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത്രയും ദശാംശം കൊടുക്കുക. പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുടെ 10% മാറ്റിവെച്ച് അർഹതപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അത്രയും ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, എന്നെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ഈ വചനാഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത പരമപരിശുദ്ധനായ പിതാവേ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ വലിയ കൃപകള്, വിടുതല് ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ ബലഹീനരും പാപികളും അശക്തരുമാണ്. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണ്. കൃപ തോന്നി ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുമുമ്പാകെ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് എന്നെക്കുറിച്ച് അല്പനേരം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ, ബ്രദർ ജോസ് പുലിക്കോട്ടിൽ. ഞാൻ ബ്രദർ ആയിരുന്നില്ല. അതായത് എൻ്റെ മാതാപിതാക്കന്മാർ, ഞാൻ ജനിച്ചത് ഒരു കുഗ്രാമത്തിലാണ്. പക്ഷെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രം അവിടെയുണ്ട്, ഗാഗുൽത്ത ധ്യാന കേന്ദ്രം. അത് കുറുമാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. വേലൂര് പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള ഒരു കുഗ്രാമമാണ്. പാവപ്പെട്ട കുറെ മനുഷ്യർ താമസിക്കും, കാശരാരുമില്ല. അങ്ങനത്തെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അപ്പൻ്റെ അമ്മയുടെ 3ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അപ്പന് ചായക്കടയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ണു തുറന്ന് കാണുന്നത് പഴക്കൊലകളാണ്. അപ്പൊ അമ്മയും പറയാറുണ്ട്, അപ്പനും പറയാറുണ്ട്, നീ കണ്ണ തുറന്ന പഴം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് കരയണ ആളാണ്. അപ്പൊ ഒരു പഴം തന്നാൽ എൻ്റെ കരച്ചിൽ മാറി. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ അപ്പൻ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു ചായക്കട തുടങ്ങി. അപ്പൊ അതിലെ സപ്ലയർ ഞാനാണ്. കാരണം സ്കൂളിൽ പോകുന്നത് വരെ ആ ചായക്കടയിലാണ് ഞാൻ അപ്പനെ സഹായിക്കാൻ. അത് ചായ ഉണ്ടാക്കി തരുന്ന ചായ ഡെസ്കിന്റെ മുകളിലേക്ക് കൊണ്ടുകൊടുക്കുക, അത് എന്തെങ്കിലും പലഹാരങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക, ഇത്രയും പണിയുള്ളൂ. ഗ്ലാസ് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുക, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴുകുക. അങ്ങനെ ഒരു ചെറിയ ചായക്കട വീടിന്റെ ഫ്രണ്ടിൽ. അങ്ങനെ ഞാൻ 1ാം ക്ലാസ് മുതൽ, അന്ന് LKG UKG ഒന്നുമില്ല, 1ാം ക്ലാസ് മുതൽ 4 കഴിഞ്ഞു, 4-5 ജയിച്ചു, 5ാം ക്ലാസ്സിൽ ജയിച്ചു.
5ാം ക്ലാസ്സിൽ ജയിച്ചപ്പോൾ എൻ്റെ അപ്പനും ഒരു പ്രൊമോഷൻ കിട്ടി. ഈ ചായക്കടയിൽ നിന്നും അപ്പൻ ചാരായ ഷാപ്പ് ആരംഭിക്കുകയാണ്. അതേ ഡെസ്കും ബെഞ്ചും ഗ്ലാസും, അടുപ്പ് കത്തിക്കേണ്ടെന്ന് മാത്രം. അപ്പം അത് വീടിന് മുമ്പിലല്ല, അത് മെയിൻ റോഡിൽ വേലൂര് പഞ്ചായത്തിൽ ഒരൊറ്റ ഷാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പൻ്റെ ഒരു സുഹൃത്താണ് ലേലം ചെയ്തിട്ടുള്ളത്, വടക്കാഞ്ചേരി ബ്ലോക്ക് റേഞ്ച് എന്ന് പറയും. അപ്പോൾ അപ്പൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് അപ്പനോട് പറഞ്ഞ് താൻ ചേട്ടൻ അത് നടത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചാരായ ഷാപ്പ് അപ്പന് നടത്താൻ കിട്ടിയത്. വാറ്റ് ചാരായല്ല കേട്ടോ, എലൈറ്റ് ചാരായ, ഗവൺമെൻറ് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ചാരായ ഷാപ്പ്, ഇപ്പോഴത്തെ കാര്യമല്ല അത്. അപ്പോൾ എനിക്കും ചാരായ ഷാപ്പിലേക്ക് ട്രാൻസ്ഫറായി. ഞാൻ കാലത്ത് 7 മണിയാകുമ്പോൾ എന്നെ അപ്പൻ വിളിച്ച് ചാരായ ഷാപ്പ് തുറന്ന്, അവിടെ ഒരു 5-6 ജോലിക്കാരുണ്ട്, ഗവൺമെൻറ് ജോലിക്കാരും ടീച്ചേഴ്സാണ്, അധ്യാപകർ. അവരിങ്ങനെ ഊട്ടിയിൽ നല്ല തണുപ്പുള്ള സമയത്ത് വിറച്ച് വരുന്നത് പോലെ കാലത്ത് വിറയലോട് കൂടിയിട്ടാണ് ചാരായ ഷാപ്പിലേക്ക് വരിക. അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് അവർ വരുമ്പോൾ 100 മില്ലി ചാരായം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കണം. ചിലർക്ക് അത് വായലിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അവരത് കുടിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ വിറയലൊക്കെ മാറി ബീഡി കത്തിച്ച് അവർ തിരിച്ചു പോകും. അപ്പോൾ എനിക്ക് നിരപ്പലയാണ്, ഷട്ടറല്ലാന്ന്. ആ നിരപ്പല 2 തുറന്നു വയ്ക്കുള്ളൂ, അത് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പഠിക്കും. 9 മണിയാകുമ്പോൾ അപ്പം വരും. അപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ പുസ്തകം എടുത്തിട്ട് നേരെ സ്കൂളിലേക്ക് വിടും. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ചില കുട്ടികൾ എൻ്റെ ബെഞ്ചിലിരിക്കുന്നവർ പറയും, മാഷോട് പറയും, മാഷേ ഈ കുട്ടി ചാരായം മണക്കുന്നു. ആ കുട്ടിക്ക് ചാരായത്തിൻ്റെ മണം മനസ്സിലായത് അവൻ്റെ വീട്ടിൽ ചാരായം അപ്പനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും കഴിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്മെല്ല് മനസ്സിലായത്. അപ്പോൾ ആ മാഷ് ആരടാ ചാരായത്തിൻ്റെ കാര്യം പറഞ്ഞേ, ആ മാഷനെ ബലപ്പെടുത്തി വിട്ടത് ഞാനാ. അപ്പോൾ ആരടാന്ന് വെച്ചിട്ടാൽ ചിലപ്പോൾ ആ കുട്ടീനെ വഴക്ക് പറഞ്ഞ് ചിലപ്പോൾ ഒരു അടിയും കൊടുക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ചാരായ ഷാപ്പിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. ചാരായം അളന്നു കൊടുക്കുക, അതിൻ്റെ പൈസ വാങ്ങിക്കുക. അപ്പനെ അല്പം ചെവി അല്പം പതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഫുൾ ടൈം അപ്പൻ്റെ കൂടെ നിന്നിരുന്നത്. അങ്ങനെ രാത്രി 10 മണി, അപ്പോൾ ഏതെങ്കിലും കുടിയന്മാരുണ്ടെങ്കിൽ അവരെടുത്ത് പുറത്തേക്ക് വെച്ച് ബിമ്മെടുത്ത് വെക്കില്ലേ, അതുപോലെ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ അവിടെ കിടത്തി ഞങ്ങൾ കട പൂട്ടി പോകുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ 10:30 11 അങ്ങനെ ഞാൻ എൻ്റെ അപ്പൻ ചില സമയങ്ങളിൽ ഈ 100 മില്ലി കഴിക്കും, 100 മില്ലി ചാരായം. ആ ചാരായം കഴിക്കുമ്പോൾ അപ്പൻ അതിൻ്റെ ദശാംശം ഈ മകന് തരും. 100 മില്ലിയുടെ ദശാംശമാണ് 10 മില്ലി. ഞാനതിൽ ഈ ദശമലാരിഷം ഒഴിച്ചിട്ട് ഞാനത് കഴിക്കും. അങ്ങനെ ചെറുപ്പം തൊട്ട് ഈ ഇതിൻ്റെ മദ്യത്തിൻ്റെ രുചിയൊക്കെ എനിക്കറിയാം. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാനായിട്ട് വീട്ടിലെ ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു, മോനെ ഞങ്ങൾ 7 മക്കളാണ്, അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചേട്ടൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പട്ടിണി കിടന്നില്ല, ഞങ്ങൾ ജീവിച്ചു പോരുന്നത്. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ അതിന് സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ എൻ്റെ പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ ചത്തു. വലിയ തെറ്റില്ലാതെ പഠിച്ചിരുന്ന കുട്ടിയെ ഞാൻ, പക്ഷേ പഠിപ്പിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാരണം എൻ്റെ മനസ്സൊക്കെ ചത്തു. അങ്ങനെ ഞാൻ പിന്നെ ഒരു ജോലിക്ക് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ പാവർട്ടി ഹൗസ് പുണ്യാളുടെ ഒരു ഫാനാണ്. കെയ്ത്താൻ ഫാനും ഉഷ ഫാനും അല്ല, മമ്മൂട്ടി ഫാനും അല്ല, പാവർട്ടി ഹൗസ് പുണ്യാളുടെ വലിയ ആരാധികയാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മ ഞങ്ങളെ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചിട്ടുള്ള ഇങ്ങനെയാണ്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം വന്നാലും പാവർട്ടി ഹൗസ് പുണ്യാളിനോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ച നിറവേറും എന്നാണ്. അപ്പോൾ എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നു, ഞങ്ങളുടെ പാവർട്ടി ഹൗസ് പുണ്യാളാ, എൻ്റെ 3ാമത്തെ മകന് എന്തെങ്കിലും ഒരു ജോലി കിട്ടാനായിട്ട്, അതിന് ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ വന്നൊരു കുർബാന ചെല്ലിക്കാന്നൊരു നേർച്ച നേർന്നു. അധികം വൈകാതെ എനിക്ക് ജോലി കിട്ടിയ ജോലി ഏതെന്നറിയോ, ബ്രാൻഡി ഷാപ്പിൽ. അപ്പം ചായക്കടയിൽ വളർന്ന് ചാരായ ഷാപ്പിൽ ജീവിച്ച് ബ്രാൻഡ് ഷാപ്പിൽ ജോലി ചെയ്യാണ്. അതുകൊണ്ട് എൻ്റെ കാതിലൂടെ ഞാൻ കേട്ടത് മുഴുവനും സെക്സാണ്. അവിടെ വരുന്നവരൊന്നും സുവിശേഷം പറയുന്നവരല്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ കേൾക്കുന്നത് മുഴുവനും ലൈംഗികമായ കാര്യങ്ങളാണ്, തെറിവാക്കുകളാണ്. അവര് ഒരു തെറി ഇങ്ങോട്ട് പറഞ്ഞ് 2 അങ്ങോട്ട് പറയണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോഴവരെ വായടയുള്ളൂ. അങ്ങനെ തെറി പറയാന്നതിൽ ഡോക്ടറിലേക്ക് എടുത്ത ആളാന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഇഷ്ടംപോലെ തെറി ചെറുപ്പം തൊട്ട് തന്നെ കേട്ട് വളർന്നാണ്. ചായക്കടയായാലും ചാരായ ഷാപ്പായാലും ബ്രാൻഡ് ഷാപ്പായാലും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ അവിടെ തൃശ്ശൂരെ ബ്രാൻഡ് ഷാപ്പിൽ ജോലിക്ക് കയറി. പിന്നീട് അവരുടെ പല സെക്ഷനിലൊക്കെ ഞാൻ ജോലി ചെയ്തു. എങ്കിലും ചില വിശേഷങ്ങളൊക്കെ വരുമ്പോൾ എന്നെ ബ്രാൻഡ് ഷാപ്പിലേക്ക് തന്നെ തട്ടും.
അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പലരൊക്കെ ജോലി കഴിഞ്ഞ് പോയാലും എനിക്ക് 10:30-12 മണിയാകുമ്പോഴാണ് ബ്രാൻഡ് ഷോപ്പിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കാൻ ഒരു വഴിയില്ല, അത്രയും കുറവേ കിട്ടണുള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. 22 വയസ്സ് 23 വയസ്സിലേക്ക് ആകുമ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭാരം ഒന്നുകൂടി കൂടി. ഭാര്യ ടൈപ്പ് റൈറ്റിംഗ് ഹയറും ഷോർട്ട് ഹാൻഡ് ലോവറും പഠിച്ചിട്ടുള്ള പാസ്സായിട്ടുള്ള കുട്ടിയാണ്. ഞാനും ടൈപ്പ് റൈറ്റിംഗ് ഹയറും ഷോർട്ട് ഹാൻഡും പാസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പാവർട്ടി ഹോസ്പിറ്റലിനോട്, എൻ്റെ വിവാഹം കഴിയുകയാണെങ്കിൽ പാവർട്ടിയിൽ നിന്ന് കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നുള്ള പാവർട്ടി ഹോസ്പിറ്റലിനാണ്. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പാവർട്ടിക്ക് ഞങ്ങളെ വീട്ടുകാർ വിടില്ല. കാരണം കുട്ടികളൊന്നും അകലേക്ക് വിടാറില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. പക്ഷെ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പാവർട്ടിയിൽ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, പാവർട്ടി പെരുന്നാളിൽ പങ്കെടുക്കാം. 2, ഭാര്യ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ, ചെറിയ മനസ്സാണ്, അതിൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ എൻ്റെ വിവാഹം പാവർട്ടിയിൽ നിന്ന് തന്നെ കഴിഞ്ഞു. ഒരു പെണ്ണിനെ ഞാൻ കണ്ടുള്ളൂ, അത് പാവർട്ടി ഇടവക്കാരിയാണ്. ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വീണ്ടും ഒരാൾ കയറി വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജോലിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ തികയാതെ വന്നപ്പോൾ ഒരു മണി ലെൻഡിങ് ലൈസൻസ് സെയിൽ ടാക്സ് ഓഫീസിൽ നിന്ന് മണി ലെൻഡിങ് ലൈസൻസ് എടുത്ത് ഞാൻ വേലൂര് സ്വന്തമായിട്ട് തന്നെ ഒരു ലൈസൻസ് എടുത്ത് ഞാൻ അവിടെ ബിസിനസ് ആരംഭിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഭാര്യയുടെ കുറച്ച് സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 5 കൊല്ലം വളരെ ഭംഗിയായിട്ട് നടന്നു. 5ാമത്തെ കൊല്ലം കേരളത്തിലത്തെ എല്ലാ ബ്ലേഡ് കമ്പനികളും പൊളിഞ്ഞു. അതോടൊപ്പം എൻ്റെ ബ്ലേഡ് കമ്പനിയും പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട്. പക്ഷെ ആരും എനിക്ക് ആ പൈസ തരുന്നില്ല. എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കുകയാണ്. ഡെയിലി 8-10 പേരൊക്കെയാണ് വീട്ടിലേക്ക് വരിയായിട്ട് വരുന്നത്. ഒരു പാസ്ബുക്ക് ഉണ്ട് എനിക്ക്. ആ പാസ്ബുക്ക് എവിടെ ചെയ്യുമ്പോൾ, ചേച്ചി എവിടേക്കാ, ഞാൻ ജോസിന്റെ കുറി പൊളിഞ്ഞു, അത് കാരണം കൊണ്ട് കാശ് മേടിക്കാൻ പോവാണ്. അന്ന് ഞാനുണ്ട്. അങ്ങനെ ഒരാളായിട്ട് തുടങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരു 10-12 പേരുണ്ടാവും. പിന്നെ അവരോട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ 2-3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ രാജ്യം വിട്ടു പോവുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. പക്ഷെ ഞാൻ ഇത് 2 ചെയ്താലും എൻ്റെ കുടുംബത്തോട് ആളുകൾക്ക് വെറുപ്പാവും. അപ്പോൾ ഒരു തീരുമാനം എടുത്തു, നേരിടാനായിട്ട്. തല്ലി ജയിക്കാനല്ല, വരുന്നവരുടെ കാര്യം പറയാം. എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ട്, അത് വിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ പൈസ തരാം, നിങ്ങളുടെ ആരും പൈസയും പറ്റില്ല. എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, അന്യർക്ക് അർഹതപ്പെട്ട ഒരു ചില്ലിക്കാശ് നമ്മുടെ കയ്യിലുണ്ടാവാൻ പാടില്ല എന്ന്. അന്യർക്ക് അർഹതപ്പെട്ട ഒരു ചില്ലിക്കാശ് നമ്മുടെ കൈവശം ഉണ്ടാകാൻ പാടില്ല, ഉണ്ടെങ്കിൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് ആരും പൈസയുടെ ആവശ്യമൊന്നുമില്ല, പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേരോട് വെറുപ്പുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജോലി രാജിവെക്കുകയാണ് ഞാൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 17 വർഷം ജോലി ചെയ്ത് ജോലി രാജിവെച്ചിരിക്കുമ്പോഴാണ് കുരിയച്ചിറ പള്ളി, അന്ന് ഞാൻ വേലൂരിൽ നിന്ന് കുരിയച്ചിറയ്ക്ക് താമസം മാറ്റി. അവനെൻ്റെ ഗതികേട് കൊണ്ടാണ്. വീട്ടിലെ അന്നസംഖ്യ അനിയന്മാർക്ക് ചെറിയ ജോലികളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ ഇനി അവിടെ നിന്ന് ശരിയാവില്ല എന്നൊക്കെ എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. അങ്ങനെ കുരിയച്ചിറ താമസിക്കുമ്പോഴാണ് അവിടെ നായ്ക്കമ്പറമ്പളച്ചൻ്റെ ധ്യാനം വന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞേ, ചേട്ടാ നമുക്കിപ്പോൾ ജോലിയില്ല, ഒരു ചായ്പിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, 2 കുട്ടികളെ പഠിപ്പിക്കണം. സെൻറ്റ് പോൾസ് സ്കൂളിൽ അവരുടെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ 2 കുട്ടികളെ പഠിപ്പിക്കണം. ഭക്ഷണത്തിന് പോലും ഞങ്ങൾക്ക് വകയില്ലാത്ത സമയത്താണ് ഈ ധ്യാനം അവിടെ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ കർത്താവിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി എൻ്റെ എല്ലാ വാതിലുകളും തമ്പരാൻ അടഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ കഴിയില്ല, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാനും കഴിയില്ല. അപ്പം എൻ്റെ മുമ്പിൽ എന്നെ ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടി എൻ്റെ മുന്നിൽ ജോലി നഷ്ടപ്പെട്ടു. എൻ്റെ തറവാട്ടിൽ നിന്ന് ഞാൻ മാറി ഒരു വാടകയ്ക്ക് ചായ്പിൽ താമസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 2 ലക്ഷം രൂപ കടബാധ്യത. വീട്ടിൽ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് ഞാൻ തൽക്കാലം പണയും വിൽപ്പനയൊക്കെ നടത്തിയാലുണ്ട്, അതിൻ്റെ ഒരു അസ്വസ്ഥതകൾ. അങ്ങനെ ഭയങ്കര ദാരിദ്ര്യം, ബുദ്ധിമുട്ടും വഴക്കും തിക്കുന്നിരക്കൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. അവിടേക്കുമ്പോഴാണ് ധ്യാനം വന്നത്. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്കൊരു ധ്യാനം കൂടാതെ. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ നല്ല മനുഷ്യനല്ലേ, എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളല്ലേ നന്നാവേണ്ടത്. ഞാൻ പറയാം, അവർ നന്നാവാത്ത കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നതെന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ കരുതുന്നത്. പക്ഷേ ദൈവവചനത്തിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. അവരല്ല നന്നാവേണ്ടത്, ഞാനാണ് നന്നാകേണ്ടത് എന്നുള്ളൊരു തിരുവചനം കർത്താവ് എനിക്ക് തരികയാണ്. ഒരു അക്രൈസ്തവ സഹോദരിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നത്. നായ്ക്കമ്പറമ്പളച്ചൻ്റെ മുമ്പ് നമ്മുടെ കുണ്ടുകുളം പിതാവിൻ്റെ മനോഹരമായൊരു പ്രസംഗം ഉണ്ടായിരുന്നു, ഉദ്ഘാടന പ്രസംഗം.
അതിനുശേഷം നായിക്കമ്പറം അച്ഛൻ്റെ സ്തുതിപ്പും പ്രാർത്ഥനയും ക്ലാസ്സും ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് വേണ്ടത് അവരിൽ നിന്നല്ല കിട്ടിയത്. എൻ്റെ ജീവിതത്തിലെ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു വിജാതീയ നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച് ജീവിച്ച ഒരു മകള്, മാമോദിസ പോയിട്ട് 6 മാസമായിട്ടുള്ളൂ. അവള് കയറി നിന്നിട്ട് പറയാണ്, ഞാൻ ഒരു ശിശുവാണെന്ന്. എനിക്ക് ചിരി വന്നു. ഈ ധ്യാനം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നതേ. അപ്പോൾ ഒരു ശിശുവാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തൊരു പെണ്ണ് പറയണേ ഞാനൊരു ശിശുവാണെന്ന്. അവള് പറഞ്ഞത് ഞാൻ മാമോദിസ പോയിട്ട് 6 മാസമായിട്ടുള്ള ഒരു ശിശുവാണെന്ന് പറയണേ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു എന്താണ് ഇവള് പറയാൻ. ക്രിസ്ത്യാനികളായി ഞങ്ങൾ വർഷങ്ങളായിട്ട് പള്ളിയിൽ പോകുന്ന ഞങ്ങളോട് ഇവൾക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ അവളുടെ നാവിൽ നിന്നാണ് എൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ മാനസാന്തരത്തിന്, ആത്മവിശുദ്ധീകരണത്തിന് വേണ്ട വചനം എനിക്ക് ലഭിച്ചത്. ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അവയോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, 1990 ജനുവരി 21, 22, 23, 24 തീയതികളിലാണ് ആ ധ്യാനം അവിടെ നടക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 2025 കഴിഞ്ഞ് 26 ജനുവരി ആകുമ്പോൾ 37ാമത്തെ വർഷമാണ് ആ വചനം ഞാൻ കേട്ടിട്ട്. ഇന്നും ആ ഒരു വചനം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. കർത്താവ് പറഞ്ഞില്ലേ, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ നാവിലും നിന്റെ ഹൃദയത്തിലുമുണ്ട്. ആ ദൈവത്തിന്റെ വചനം, അന്ന് കേട്ട വചനം എൻ്റെ ഉള്ളില് ഇന്ന് സുവർണ ലിപികളാൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം യേശുവാണ്. ദൈവവചനം മാംസം ധരിച്ചവനാണല്ലോ ഈശോ. അപ്പൊ ഈശോ എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിനുശേഷം ആ വചനം കേട്ട് ഞാൻ അന്നത്തെ ധ്യാനം കഴിഞ്ഞു. 2, 3, 4, 5 ദിവസം, 5 ദിവസത്തെ കൺവെൻഷനാണ് വൈകുന്നേരത്തെ. ബാക്കി 4 ദിവസം ഞാനിരുന്ന് കരയാണ്. വചനം അവിടെ പ്രഘോഷണം തുടങ്ങുമ്പോൾ ഞാനിവിടെ കണ്ണീന്ന് തേങ്ങി കരയും. അപ്പൊ ഞാൻ നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഞാൻ തേങ്ങി കരയുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചേട്ടന്മാർ ചോദിക്കും, എന്താ മോനെ പറ്റി, എന്താ കരയണമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഒന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചപ്പോഴാണ് എനിക്ക് ആ സങ്കടം. എന്നിട്ടും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ദൈവം എന്നെ മറന്നിട്ടില്ലല്ലോ, എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ പാപിയായിരുന്നിട്ടും ദൈവം എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അവിടെയാണ്. അപ്പൊ ഞാനൊരു പാട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, 2 പേര്. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാനാരാണെന്നീശോയേ, പാപാന്തകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഈവൻ. അങ്ങനൊരു പാട്ടിന്റെ വരിയുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവസ്നേഹം അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ ഇതുപോലുള്ള അനുതാപം ഉണ്ടാവുള്ളൂ, മറ്റു മനുഷ്യരോട് ഒരു സ്നേഹം തോന്നുള്ളൂ. അവരോടൊരു കരുണ തോന്നാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണം. അപ്പൊ ഞാൻ 5 ദിവസം ധ്യാനം പങ്കെടുത്തു. എനിക്ക് 1000-ലധികം പേരോട് ക്ഷമിക്കാനായിരുന്നു. എൻ്റെ കുറുക്കമ്മേന്ന് പൈസ മേടിച്ച് തരാത്ത ആൾക്കാരോട് എനിക്ക് ക്ഷമിക്കാനായിരുന്നു. ഒരു സത്യം എനിക്ക് മനസ്സിലായി, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ഹല്ലേലൂയ, യേശുവേ നന്ദി. വീണ്ടും ഞാൻ പറയാം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മകനും മകളുമായി തീരും. ഹല്ലേലൂയ. അപ്പോ ആ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനൊരു വാക്കുണ്ട്, എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ചാൽ ദൈവം എന്നോട് ക്ഷമിക്കും. അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കില്ല. അപ്പൊ മിക്ക ആളുകളുടെയും പ്രാർത്ഥനയുടെ അനന്തരഫലം ഇതാണ്, എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവമേ നീ എന്നോട് ക്ഷമിക്കരുതേ എന്നാണ് ഒരു ജപമാല ചൊല്ലുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനം കഴിഞ്ഞ 5ാമത്തെ ദിവസം ക്ഷമിക്കാനുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ ക്ഷമിച്ചു. അങ്ങനെ പരസ്പരം കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ രോഗശാന്തി പ്രാർത്ഥന നടത്തുന്ന ഇടയിലാണ് അനേകം മക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അച്ഛൻ പറയാണ്, ഈ സമൂഹത്തിൽ നിന്ന് ജോസ് എന്ന് പറയുന്ന മകനെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് തെരഞ്ഞെടുക്കണമെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുവരെ എന്നെ വിളിച്ചിരുന്നത് എൻ്റെ കൂടെ പഠിച്ചവരും എന്നെ അറിയാവുന്നവരൊക്കെ വിളിച്ചിരുന്നു, മാഷുമാരൊക്കെ വിളിക്കുക ജോസ് PK എന്നാണ്. പുലിക്കോട്ടിൽ കൊച്ചാപ്പു മകൻ ജോസ് എന്നാണ് എൻ്റെ അഡ്രസ്.
അപ്പോൾ ജോസ് പി കെ ആയിരുന്ന ഞാൻ ധ്യാനം കൂടി ദൈവത്തിന്റെ വചനം ശ്രവിച്ചപ്പോൾ എൻ്റെ പേര് കർത്താവ് മാറ്റി ബ്രദർ ജോസ് പുലിക്കോട്ടിൽ നിന്നാക്കി. ഹല്ലേലൂയ. അബ്രാഹത്തെ വിളിക്കുമ്പോൾ അബ്രാഹത്തിന്റെ പേര് അബ്രാം എന്നായിരുന്നു. ദൈവത്തെ കണ്ടുമുട്ടി ദൈവം അവനോട് സംസാരിച്ചതിന് ശേഷം അബ്രാം അബ്രാഹമായി മാറി, സാറായി സാറയായി മാറി, അതുപോലെ സാവൂള് പൗലോസായി മാറി, ശിമയോൻ പത്രോസായിട്ട് മാറി. അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെയൊക്കെ പേരുകൾ ദൈവമായ കർത്താവ് മാറ്റുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങൾ അന്ന് മുതൽ ആദ്യമായിട്ട് ഞാൻ സുവിശേഷം പറഞ്ഞത് എൻ്റെ ഭാര്യയോടാണ്. അത് നല്ല രസമാണ്. അത് ഭാര്യയോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവൾ ചോദിക്കും, ചേട്ടൻ എന്താ പറ്റിയെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വാക്ക് അവളോട് പറയാറില്ല. പക്ഷേ അന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം 2-3 വചനം അവളോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ല മാനസിക പ്രോബ്ലം ഉണ്ടായെന്നാണ് അവൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കൊരു തകരാറും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി വർഷം ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് അവർ ഒത്തിരി പേര് വീട്ടിലേക്ക് വരും, കൗൺസിലിങ്ങിനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫോൺ ചെയ്യും. ഞാൻ ഒരു 5 തൊട്ട് 6 വരെ എൻ്റെ പ്രാർത്ഥനയാണ്, വ്യക്തിപരമായ പ്രാർത്ഥന. 6 മണിക്ക് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 6:15 കുർബാനയ്ക്ക് പോകും. 7 മണി തൊട്ട് വരും, കുറച്ച് നേരം ബൈബിൾ വായിക്കും. പിന്നെ നമ്മുടെ വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അങ്ങനെയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ക്ഷമിക്കാനുള്ള വ്യക്തികളോട് നിരുപാധികം ക്ഷമിക്കണം. അപ്പം തന്നെ ദൈവം നമ്മളോട് ക്ഷമിച്ച പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ മകനായി. പിന്നെ നമ്മുടെ ഇഷ്ടമല്ല നടക്കേണ്ടത്. നമ്മൾ ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് നിന്ന്, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്. കർത്താവ് പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ വേണ്ടേ? നമ്മളെ വേദനിപ്പിച്ച ഒത്തിരി മക്കളുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് തന്നെ ചിലപ്പോൾ അപ്പനും അമ്മയ്ക്കും നമ്മൾ വേണ്ടാത്ത കുഞ്ഞാകാം, സഹോദരങ്ങൾക്ക് നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല. പൂർവ്വ ജോസഫിനെ കഥ പറ്റിയത്. പൂർവ്വ ജോസഫിന്റെ സഹോദരങ്ങൾക്ക് ജോസഫിന് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ അപ്പൻ കൂടുതൽ അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് അവനെ കൊല്ലാനും അടിമളാക്കി വെക്കാനൊക്കെ അവർ തയ്യാറായത്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല, നമ്മുടെ കൂടെ പഠിച്ചവർക്ക് നമ്മൾ താല്പര്യം ഉണ്ടാവില്ല, നാട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി മുറിവേറ്റ മനുഷ്യരാണ് നമ്മൾ. പലരുടെയും സ്നേഹം കിട്ടാതെ നമ്മൾ മുറിവേറ്റ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ മുറിവുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ സംസാരം വഴി, നമ്മുടെ പ്രവൃത്തി വഴി മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി മുറിവും അപകർഷതയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. ഒറ്റ ദിവസം കൊണ്ടല്ല. അന്ന് മുതൽ നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുവരെ ചേട്ടാ പള്ളിയിൽ പോകുന്നു, വല്ലപ്പോഴൊക്കെ ലീവ് ഒക്കെ ഇരിക്കുമ്പോൾ പള്ളി പോകും, ഞാൻ പോകാറില്ല. പക്ഷെ ആരും പറയാതെ അന്ന് മുതൽ ഈ ദിവസം വരെ പള്ളിയിൽ പോകാനായിട്ട് ഒരാളും എന്നെ നിർബന്ധിക്കേണ്ട. അപ്പോൾ ഒരു കാര്യം അതാണ്. അതുപോലെ കുടുംബ പ്രാർത്ഥന. എൻ്റെ ചെറുപ്പത്തിൽ കുടുംബ പ്രാർത്ഥനയിലൊക്കെ അപൂർവങ്ങളാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത്. കാരണം ഈ ചായക്കടയും ചാനൽ ഷാപ്പും ജോലിക്കുള്ള ബ്രാൻഡ് ഷാപ്പിലൊക്കെ ജോലിയുണ്ട്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റുള്ളൂ. ജോലി കഴിഞ്ഞിട്ട് അപ്പോഴേ വരുള്ളൂ. പക്ഷെ ഞാൻ ഭാര്യയോട് ചോദിക്കും, പ്രാർത്ഥന ചെല്ലിയോട് ഞാൻ ചോദിക്കും. അത് ഞാൻ നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ആരും പറയണ്ട. അതുപോലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഒരാളും നിർബന്ധിക്കേണ്ടതില്ല. സാധിക്കുന്ന നന്മകൾ ചെയ്യാൻ ഒരാളും നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിൽ സഹായം ചോദിച്ചു വരുന്ന വ്യക്തികൾക്ക് നമ്മുടെ ദശാംശം മാറ്റിവെച്ച് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ സുവിശേഷം പറയാൻ ഇപ്പം നമ്മൾ പള്ളികളിലാണ് ഞങ്ങൾ കൂടുതൽ ധ്യാനങ്ങൾ നടത്തുക. ഇന്ന് വരെ ഞങ്ങൾ പള്ളിയിൽ ധ്യാനം നടത്തിയിട്ട് പള്ളിയുടെ ഒരു നയാ പൈസ ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഈ ദശാംശത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ ഒരു സ്വാശ്ര കാഴ്ച അർപ്പിക്കും, അത് പള്ളിക്കാർ കളക്ട് ചെയ്യും. അതിൻ്റെ ഒരു ചെറിയ വിഹിതമാണ് ധ്യാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നത്. അല്ലാതെ കിട്ടുന്ന കാശ് പോകണം ചാക്കിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്നവരാരും തന്നിട്ടില്ല, ഞങ്ങളത് ആഗ്രഹിക്കണമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഒരാളുടെ നിർബന്ധമില്ലാതെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്നത് ചെയ്യേ. ദശാംശം കൊടുക്കാനായിട്ട് ഒരാൾ എന്നെ നിർബന്ധിച്ചിട്ടില്ല. എനിക്ക് കിട്ടുന്നതിൻ്റെ 10% ഞാൻ മാറ്റിവെക്കും. അത് അർഹതപ്പെട്ട വ്യക്തികൾ എൻ്റെ അടുക്ക് വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ആത്മീയമായ നന്മയായ കാര്യങ്ങൾ ചെയ്യാൻ മറ്റാരും നമ്മളെ പ്രചോദിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ പ്രചോദിപ്പിക്കും. അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ
ഇന്നിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ആ വചനം ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും, അതിന് ഞാൻ ഷോർട്ടായിട്ട് പറയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ടായിരുന്നില്ല, ഇന്ന് എനിക്ക് നല്ലൊരു വീട് ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു തൊഴിലുണ്ടായിരുന്നില്ല, എനിക്കൊരു ഫർണിച്ചർ കട തുടങ്ങാൻ ഞാൻ ധ്യാനം കൂടി 1-2 മാസം കഴിഞ്ഞപ്പോൾ 1990 തൊട്ട് 2000 വരെ ഒരു 10-23 പണിക്കാരെ വെച്ച് നടത്തുന്ന നല്ലൊരു ഫർണിച്ചർ കട ചെയ്യാരത്ത് തുടങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ മകൻ അവൻ ഡിഗ്രി പഠിച്ചു, മകൾ ഡിഗ്രി പഠിച്ചു. അങ്ങനെ മകനെ ഇപ്പോൾ അന്നും മസ്കറ്റിലായിരുന്നു അവന് ജോലി, 10-14 വർഷം ജോലി ചെയ്തു. ഈ കോവിഡ് കാലത്ത് ആ ജോലി വേണ്ടാന്ന് വെച്ച് പോന്നു. എൻ്റെ മകളുടെ വിവാഹം കഴിച്ചു കൊടുത്തു, മകൻ്റെ വിവാഹം കഴിഞ്ഞു, കുട്ടികളെ. ഞാൻ എന്തൊക്കെ ഒരു വാഹനം വേണമെന്നുണ്ടായിരുന്നു. ആൾക്കാർ കാറിലൊക്കെ പോകുമ്പോൾ ഞങ്ങളും ഭാര്യയും മക്കളും ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു, കർത്താവേ എന്നാൽ എനിക്കൊരു കാറ് മേടിക്കാൻ പറ്റുക. ഇന്ന് തമ്പുരാൻ ആ 4 ചക്ര വാഹനമൊക്കെ നമുക്ക് തന്നു, 2 വീലർ തന്നു, സ്കൂട്ടർ തന്നു. നമ്മൾ ചോദിക്കുന്നതിൽ കൂടുതലാണ് തരുന്നത്. കർത്താവ് പറയാണ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകാൻ തയ്യാറാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഞാൻ കുറേശ്ശെ വരയ്ക്കുന്ന ആളാണ്. ഞാൻ ഇൻറ്റീരിയർ ഡിസൈൻ ഡിപ്ലോമ 1 വർഷത്തെ ഞാൻ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ ജോലിയിൽ ബ്രാൻഡ് ഷോപ്പിൽ ജോലിക്ക് കയറിയ സമയം തൊട്ട് ഞാൻ വീട് വരയ്ക്കും. കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് വീട് വരയ്ക്കുക എന്നുള്ളത്. അതിന് ഞാൻ വീട് വരയ്ക്കും, എന്നിട്ട് അത് നോക്കിയിരിക്കും, എന്നിട്ട് അത് മുഷിയുമ്പോൾ വേറെ കടലാസിലേക്ക് വരയ്ക്കും, എന്നിട്ട് അത് നോക്കിയിരിക്കും. അതിൽ നമ്മൾ കിടന്നുറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുക ഒക്കെ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ നോക്കിയിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് കൊണ്ട് കാണിക്കും, ഞാൻ പണിയാൻ പോകുന്ന വീട് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചിരിക്കും, 1 സെൻറ്റ് ഭൂമി ഇല്ലാത്തവൻ എവിടെ വീട് പണിയെന്ന് ചോദിക്കും. അതൊക്കെ പണി അപ്പം നോക്കിക്കോ എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കലായി. ഇതുകൊണ്ട് നമ്മൾ പണിയാൻ പോണ വീട് 2 ബെഡ്റൂം, നടുക്കിൽ പ്രാർത്ഥന മുറി, കിച്ചൺ, കാർ പോർച്ച്, അങ്ങനെ ഊണുമുറി, ഹോള്, സിറ്റ് ഔട്ട്. അങ്ങനെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 73 തൊട്ട് വരയ്ക്കാൻ തുടങ്ങിയ ആളാണ്. 73 തൊട്ട് 1994 ഞാൻ ധ്യാനം കൂടി 94 ഞാൻ വരച്ച വീട് 21 കൊല്ലം ഏകദേശമായിട്ടുണ്ടാവും. 21 കൊല്ലം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ നെഞ്ചിടിപ്പ് കിട്ടിയിട്ടുള്ള ആ വീടിൻ്റെ പടം, അതേ വീട് ഒല്ലൂർ അഞ്ചേരിയിൽ 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഞാൻ വരച്ച് 21 കൊല്ലം എൻ്റെ പേഴ്സിലും എൻ്റെ പോക്കറ്റിലും വെച്ച് കൊണ്ടു നടന്ന അതേ വീട്ടിൽ ഞാൻ വീട് പണിത് താമസിക്കാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ മക്കൾ ചോദിക്കുന്നതിൽ കൂടുതൽ തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മളൊരു ചെറിയ വീട് ചോദിക്കില്ല, പക്ഷെ ദൈവം ചെറിയ വീട് തരാൻ ഇഷ്ടപ്പെടില്ല. കാരണം നമ്മളൊക്കെ നന്നായി ജീവിക്കിച്ച് കാണണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ഇത് നമ്മൾ അറിയാം. നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ട് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ജീവിക്കുന്നതും പണിയെടുക്കുന്നതൊക്കെ. അപ്പോൾ അവരെങ്ങനെയും ഭക്ഷണം കഴിച്ച് കാണണമെന്നും തടി വെച്ച് കാണണം എന്നൊക്കെയാണ് ഏതൊരു അപ്പനും അമ്മയുടെയും ആഗ്രഹം. അപ്പോൾ നമ്മൾ നിർബന്ധിക്കും, ചിലപ്പോൾ അടിയൊക്കെ കൊടുക്കും, എന്നിട്ടൊക്കെ അവർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതുപോലെ എന്നിട്ട് കർത്താവ് പറയാം, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നന്മകൾ നൽകാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ടാണ് ദൈവം നന്മകൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. 36 വർഷത്തോളമായി ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് അറിയിട്ട്. തൃശ്ശൂർ രൂപതയിൽ ഒരു 70% പള്ളികളിലാണ് ഞങ്ങളുടെ ധ്യാനങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരു ധ്യാനം, താമസമുള്ള ധ്യാനം ഏതെങ്കിലും തൃശ്ശൂർ രൂപതയിലെ ഏതെങ്കിലും ഇപ്പം നടക്കുന്നത് പഴയന്നൂരാണ്, കല്ലംകുളം എന്ന് പറയും. അപ്പോൾ ഈ ഇത്രയും വർഷത്തെ ശുശ്രൂഷ കൊണ്ട് 10,000-കണക്കിന് ആളുകൾ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അവർക്ക് ഒത്തിരി പേർക്ക് നല്ലൊരു ദൈവാനുഭവം ലഭിക്കാൻ ആഗ്രഹിക്കണം. ദാഹിക്കുന്നവനാണ് ഈശോ പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞേ. ദാഹമില്ലാത്തവർക്ക് യാതൊരു കാര്യമില്ല, എത്ര ധ്യാനം ആര് ധ്യാനം കൊണ്ടൊരു കാര്യമില്ല. നല്ല ദാഹമുള്ള ഒരാളാണെങ്കിൽ ഞങ്ങളുടെ ഈ ചെറിയ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിവാഹം കഴിയാത്തവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. 18 വർഷം വരെ ഇരുന്നിട്ട് കുട്ടികളില്ലാത്ത ദമ്പതിക്ക് കൊച്ചിനെ കൊടുത്തിട്ട് ആൺകുട്ടീനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി. അങ്ങനെ ഏത് മേഖലയിൽ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളായാലും
അവർക്ക് ദൈവമായ കർത്താവ് ഞങ്ങൾ കൊടുത്തു എന്നല്ല പറയണേ. രോഗികൾക്ക് സൗഖ്യം ഈശോ കൊടുക്കുകയാണ്, നമുക്കത് പറഞ്ഞു കൊടുക്കാനേ അറിയുള്ളൂ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ഗുരുവായൂർക്ക് പോകണം, അല്ലെങ്കിൽ വേണ്ട തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാറിൽ ഒരു 5-6 ആൾക്കാർ ഗുരുവായൂർക്ക് പോകാൻ വരികയാണ്. തൃശ്ശൂർ പടിഞ്ഞാറ കോട്ടയുടെ അവിടെ വന്നു. അവിടെ 6 വഴിയാണ്. ഏത് വഴിക്കൂടെ രാത്രി 12 മണിക്ക് വന്ന ഒറ്റ മനുഷ്യരില്ല. കൂരാകൂരി ഇട്ട് കറണ്ട് പോയിരിക്കുക. ഏത് വഴിക്ക് പോകണം എന്നുള്ള അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ മൊബൈൽ ടോർച്ചായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരാൾ, എന്നിട്ട് ടോർച്ചടിച്ച് നോക്കുകയാണ് എന്തെങ്കിലും വല്ല ഏറോ മാർക്ക് വല്ല എടുത്തുകൊണ്ടത്. അപ്പോഴാണ് കാണുന്നത് ഗുരുവായൂർ എന്നുള്ള ഒരു ഏറോ മാർക്ക്. ഇനി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ഏറോ മാർക്ക് കണ്ട വഴി കൂടെ പോയാൽ അവർ ലക്ഷ്യത്തിലെത്തും. ആ ഏറോ മാർക്കിന്റെ ചുമതല ഞങ്ങൾക്കുള്ളൂ. യേശുവിലേക്കുള്ള ഏറോ മാർക്കുകളാണ് ഓരോ വചന പ്രഘോഷകരും ഓരോ കൗൺസിലേഴ്സും ഓരോ പ്രാർത്ഥനക്കാരും. ഈ തിരിച്ചറിവുണ്ടായാൽ ഒത്തിരി പേരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണം. ഒരാളെ പോലും നീ കൈവെടിയരുത്. അവരുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റി കൊടുക്കണം, ജോലിയിലുള്ള തടസ്സങ്ങൾ മാറ്റി കൊടുക്കണം. അതുപോലെ വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണം. കർത്താവെ, ചോദിക്കുന്നതിൽ കൂടുതൽ നൽകുന്നവനാണല്ലോ അവിടുന്ന്. എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണം. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ കൊടുക്കണം. വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കടബാധ്യത മൂലം. സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മറ്റാരുടെയും സ്ഥലം വിറ്റുപോയില്ലെങ്കിലും കർത്താവെ, നിന്നോട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ സ്ഥലം വിൽപ്പന നടത്തി കൊടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വചനം ശ്രവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈശോയുടെ തിരുമുമ്പിൽ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.